എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കൂർക്ക ഉലർത്താണ്. ഈ ഒരു ഒറ്റ കറി മാത്രം മതിയാകും എടുക്കുന്ന ഒരു പ്ലേറ്റ് നിറയെ തന്നെ ചോറ് കഴിക്കാനായിട്ടും. ഈ ഒരു കൂർക്ക ഉലർത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് 1/2 കിലോ കൂർക്ക കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു പാനടപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു സവാളയും 2-3 പച്ചമുളകും കൂർക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ഒഴിച്ച് വെള്ളം ഒന്നുകൂടി വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ചേർക്കാം. കൂർക്കയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം നല്ലതുപോലെ തിളച്ച കൂർക്ക ഒന്നുകൂടി മൂടി തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഉലർത്ത് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായ മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. 15 കൊച്ചുള്ളിയും എരിവിന് ആവശ്യമായ 7 വറ്റൽമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് ഇടികളിൽ വെച്ച് ചതച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൂർക്ക വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉലർത്തിയെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അയൺ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലെ കടുക് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. മൊരിയിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർക്കാം. മുളകെല്ലാം നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കൂടി ചേർത്ത് നല്ലതുപോലെ വെള്ളം വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൂർക്ക ഉലർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.